വാക്യപ്രകാരമാണ്. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം, കലമാന്റെ പാദങ്ങൾ എന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം, കലമാന്റെ പാദങ്ങൾക്ക് എന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി. ദൈവമേ, എൻ്റെ കരങ്ങൾക്ക് ബലം നൽകുന്നതിന്, എൻ്റെ പാദങ്ങൾക്ക് ശക്തി നൽകുന്നതിന് ഞാൻ നന്ദി പറയുകയാണ്. നമ്മുടെ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അധ്വാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ്. പലപ്പോഴും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, അസ്വസ്ഥതകൾ. എന്നിട്ട് നമ്മൾ കുടുംബത്തിന് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുകയാണ്. ഇവിടെ ഒരു കുടുംബം കരകയറണമെന്ന്, കുടുംബത്തിൽ നന്മ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളൊക്കെയും പ്രാർത്ഥിക്കുകയും ജോലി ചെയ്യുകയും ഇവിടെ കുടുംബത്തെയൊക്കെ പൂജുന്നത്. നമുക്കത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇവിടെ ആയിരിക്കുന്ന ഓരോ മാതാപിതാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ശാരീരിക മാനസിക വേദനകളെ നൊമ്പരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പലപ്പോഴും ഒക്കെ മടുത്തു പോയിട്ടുണ്ട്. ജീവിതം അവസാനിപ്പിക്കണമെന്ന് പോലും തോന്നിയിരിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കുകയാണ്. ദൈവമേ, ഈ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ജീവിക്കുവാനുള്ള വലിയ കൃപ ലഭിക്കുവാനായിട്ട് ശരീരത്തിന്റെയും മനസ്സിന്റെയും എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകളെ ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അധ്വാനിക്കാനായി പോയിരിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ ഗ്രഹനാഥന്മാര് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ അധ്വാനിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, ആരോഗ്യം ആശ്വാസവും മാനസിക ശാസ്ത്രത്തെയും ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കലമാന്റെ പാദങ്ങൾക്ക് വേഗത നൽകുന്നത് പോലെ എന്റെ പാദങ്ങൾക്ക് വേഗത നൽകുന്ന നല്ല തമ്പുരാനെ, എന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും എല്ലാ വേദനകളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. വിദേശത്തായിരിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ മാതാപിതാക്കളെ, ജീവിത പങ്കാളികളെ ഒന്ന് സമർപ്പിക്കുക. കുടുംബത്തിന് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന് വലിയ കൃപയിടുവാനായിട്ട് അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറുവാനായിട്ടൊന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29-ാം വാക്യം. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലനെ ശക്തി പകരുകയും ചെയ്യുന്നു. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലനെ ശക്തി പകരുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ രോഗാവസ്ഥകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരി ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, അതൊക്കെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മെ അറിയുന്ന, നമ്മെ സുഖപ്പെടുത്തുവാൻ കഴിവുള്ളൊരു ദൈവം ഇതാ ഈ സർക്കാരിൽ ഈ അത്താരം